Hi friends, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സിംഗിൾ ഫേസിന് ഉപയോഗിക്കുന്ന 2-pole MCB നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന്റെ കണക്ഷൻസ് ആണ് പറയുന്നത്. ഇതൊരു സിംഗിൾ ഫേസിന്റെ ഒരു മീറ്റർ ബോക്സ് ആണ് വരുന്നത്. അത് നമ്മൾ ഔട്ട്സൈഡിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് തന്നെ നമുക്ക് MCB അതേപോലെ ഐസൊലേറ്റർ കൊടുക്കാനുള്ള നമുക്ക് റാഡും അതിനോടൊപ്പം തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ ഔട്ട്സൈഡ് തന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് MCB വെക്കണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് ആണ് നമ്മൾ അവിടെ തന്നെ വെക്കുന്നത്, അതായത് മീറ്റർ ബോർഡിൽ തന്നെ വെക്കുന്നത്. ഇത് നമ്മൾ ഹാവൽസിൻ്റെ ഒരു 2-pole MCB ആണ് എടുത്തേക്കുന്നത്. 3 വർഷത്തെ വാറൻറ്റിയാണ് കമ്പനി പറയുന്നത്. ഒരു C32 വരുന്ന മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ MCB വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഓവർലോഡോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MCB വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2-pole MCB തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്ററാണ് വെച്ചുകൊണ്ടിരുന്നത്. ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലി തന്നെ നമ്മൾ ഓണാക്കി അതുപോലെ ഓഫും ചെയ്യേണ്ട ഒരു രീതിയാണ് ഐസൊലേറ്ററിന് വരുന്നത്. അതായത് ഒരു DP സ്വിച്ചിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. MCB ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട. ഓവർലോഡോ അതുപോലെ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ ആണെന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ട്രിപ്പായി കിട്ടും എന്നുള്ളതാണ് വലിയൊരു ഗുണം. അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലുള്ള 2-pole MCBകൾ ഐസൊലേറ്ററിൻ്റെയൊക്കെ പകരം നമ്മൾ വെച്ച് കൊടുക്കണമെന്ന്. പക്ഷേ ഒറിജിനലി ഇത് വെക്കേണ്ടത് നമുക്ക് DBയുടെ അകത്താണ്, അതായത് RCCBയുടെ തൊട്ട് മുമ്പായിട്ടാണ് നമുക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ടാണ് മീറ്റർ ബോക്സിൽ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശത്താൽ ട്രിപ്പിങ്ങോ കാര്യങ്ങളോ വന്നാൽ ഔട്ട്സൈഡ് ഇറങ്ങി വന്ന് തന്നെ നമുക്ക് ഇത് ഓൺ ചെയ്യണം. കാരണം ഇവിടുത്തെ നിബന്ധന എന്ന് പറയുന്നത് മീറ്റർ ബോക്സിൽ തന്നെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് DBക്കകത്ത് തന്നെ MCB സെറ്റ് ചെയ്തിട്ട് വെളിയിലൊരു ഐസൊലേറ്റർ ആയാലും നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 2 പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യകത ഇല്ലാത്തതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞു അതുകൊണ്ട് വെളിയിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏറ്റവും മുകൾ സൈഡിൽ വരുന്നത് ഔട്ടാണ് വരുന്നത്. അതായത് ഇത് DBയിൽ നിന്ന് വരുന്ന 2 6mm വയറാണ്. ഒരേ കളറുള്ള 2 6mm വയറാണ്. അതായത് ഫേസും ന്യൂട്രലും ആണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്കൊരു ഫ്യൂസ് യൂണിറ്റും സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഒരു ന്യൂട്രൽ ലിങ്കും നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഔട്ട് വരുന്നത്, അതായത് DBയിലോട്ട് പോകുന്ന 2 വയറുകൾ, ഈ കറുത്ത ടേപ്പ് അടിച്ചേക്കുന്ന റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് ന്യൂട്രും ലെഫ്റ്റ് സൈഡിൽ റെഡ് ടേപ്പ് അടിച്ച് നമ്മൾ കൊടുത്തേക്കുന്നത് ഫേസുമാണ്. അതായത് നമ്മൾ മീറ്റർ ബോക്സിൽ നിന്ന് നേരെ വന്ന് MCB കയറി നേരെ DBയിലോട്ട് പോകുന്ന ഭാഗമാണ്. MCBയുടെ ഏറ്റവും താഴത്തെ ടെർമിനൽ എന്ന് പറയുന്നത് ഫേസ് ന്യൂട്രും അതിൻ്റെ മീറ്ററിൽ നിന്ന് വരുന്ന ഔട്ടാണ് വരുന്നത്. അതായത് നമ്മളൊരു ഫ്യൂസ് യൂണിറ്റ് വെച്ച് കൊടുത്തിട്ടാണ് ഇത് വരുന്നത്. ഇതേപോലെ നമ്മൾ 32 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്നാണ് നേരെ MCBയിലോട്ട് കണക്ഷൻ പോകുന്നത്. ഈ ഫ്യൂസ് യൂണിറ്റിൻ്റെ തൊട്ട് താഴേന്ന് വരുന്നത് നേരെ വരുന്നത് മീറ്ററിലോട്ടാണ് വരുന്നത്. അതായത് മീറ്ററിൽ നിന്ന് വരുന്ന ഔട്ട് നേരെ ഫ്യൂസിൽ കയറി ഫ്യൂസിൽ നിന്നാണ് MCBയുടെ താഴത്തെ ടെർമിനലിൽ കയറി നേരെ DBയിലോട്ട് പോകുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമുക്കിവിടെ ഫ്യൂസും അതേപോലെ ന്യൂട്രൽ ലിങ്കുകളും ഇത് ഈ മീറ്റർ ബോക്സിൽ തന്നെ സെറ്റ് ചെയ്യണം. അപ്പം ചെറിയൊരു മീറ്റർ ബോക്സിൽ തന്നെ നമ്മൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മീറ്റർ ബോക്സാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതേപോലെ ന്യൂട്രൽ ലിങ്കും കൊടുത്തു, അതിൽ നിന്ന് നേരെ MCBയിലോട്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ കളർ വയർ ആയതുകൊണ്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് ഫ്യൂസിൽ വന്നിട്ടാണ് MCB വഴി നേരെ DBയിലോട്ട് പോകുന്നത്. ഇത് നമ്മൾ ഇട്ടേക്കുന്നത് 6mm വയറാണ്. ഇത് രണ്ടും കയറേണ്ടത് നേരെ മീറ്ററിലാണ്. മീറ്ററിൽ നിന്ന് വന്ന് ന്യൂട്രൽ ലിങ്കിലും അതേപോലെ ഫ്യൂസിലും കയറിയിട്ടാണ് നേരെ MCBയിലോട്ട് കണക്ഷൻ പോകുന്നത്. MCB ഓൺ ആക്കുമ്പോൾ മുകളിലത്തെ ടെർമിനൽ വഴി നേരെ DBയിൽ ചെന്ന് RCCBയിലോട്ടാണ് കണക്ഷൻ കയറുന്നത്. അപ്പോൾ നമ്മൾ MCBകൾ യൂസ് ചെയ്യാൻ പരമാവധി നോക്കുക. നേരത്തെ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയാലും നേരത്തെ വെച്ചുകൊണ്ടിരുന്ന ഐസൊലേറ്റർ ആയിരുന്നു. ഐസൊലേറ്റർ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ല, നമ്മൾ മാനുവലി നമ്മൾ ഓണും ഓഫും ചെയ്യണം. പക്ഷേ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ 2-pole MCBകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. 2-pole MCBയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡ് പ്രൊട്ടക്ഷനോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2-pole MCBകൾ യൂസ് ചെയ്യുന്നത്. നമ്മളകത്ത് അതായത് റൂമുകൾക്കും എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ സിംഗിൾ-pole MCBകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലോഡിനനുസരിച്ച് നമ്മൾ ഓരോ MCBകളാണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് വരുമ്പോൾ ഇതേപോലുള്ള 2-pole MCBകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ